വീടുകളിലും ഓഫീസുകളിലൊക്കെ കറണ്ട് ബില്ല് വരുമ്പോൾ ആരും പ്രധാന വില്ലനാണ് ഈ കറണ്ട് ബില്ല് കൂട്ടാൻ എന്ന് കരുതാത്ത ഒരു എക്യുപ്മെന്റ് ഉണ്ട്, നമ്മുടെ സീലിംഗ് ഫാന്. നോർമലി നമ്മുടെ പഴയ ടൈപ്പ് സീലിംഗ് ഫാനിനൊക്കെ ഒരു 70-75-80 വാട്ടൊക്കെയാണ് അതിന്റെ കൺസപ്ഷൻ വരുന്നത്. ഇത് എല്ലാ മുറികളിലും നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ഹാളിൽ തന്നെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. ഇതിന്റെ നമ്പർ വെച്ചിട്ട് കണക്കൂട്ടി നോക്കുമ്പോൾ നല്ലൊരളവിൽ വൈദ്യുതി ഇത് കൺസപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാനിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഈ വൈദ്യുതി സേവ് ചെയ്യാം, കറണ്ട് ബില്ലും കുറയ്ക്കാൻ പറ്റും. എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡിങ് ടെക്നോളജി ഉണ്ട്, BLDC. അപ്പോൾ പഴയ ഫാനുകൾ മാറ്റുകയാണെങ്കിൽ അത് നേരെ നമ്മൾ BLDCയിലേക്ക് മാറ്റുക. കാരണം പഴയ 70-80 വാട്ടിൻ്റെ ഫാനിനെ അപേക്ഷിച്ച് BLDCക്ക് 30-35 വാട്ടൊക്കെയാണ് അതിൻ്റെ കൺസപ്ഷൻ വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റൂമിനനുസരിച്ച് കൃത്യമായിട്ട് ആ റൂം സൈസ് അനുസരിച്ച് വേണം നമ്മുടെ ഫാൻ സെലക്ട് ചെയ്യാൻ. വെറുതെ പോയി ഒരു ഫാൻ മേടിച്ചിടരുത്. പിന്നെ ഈ ഫാൻ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സീലിംഗിൽ നിന്നുള്ള ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ആ ഫാൻ ഫിക്സ് ചെയ്യാനായിട്ട്. അതുകൂടാതെ ഈ ഫാനിനും ശരിക്കും ഒരു പ്രോപ്പർ പീരിയോഡിക് മെയിൻ്റനൻസ് വേണ്ടതാണ്. കാരണം ഇത് കിടന്ന് കണ്ടിന്യൂസ് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നട്ട് ബോൾട്ട് ലൂസ് ആവാനും അതിനൊരു വിയർ ആൻഡ് ടീർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു പ്രോപ്പർ മെയിൻ്റനൻസും ഇടയ്ക്ക് ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഫാനിൻ്റെ കാര്യത്തിൽ സേവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഒരു കാര്യം മറക്കരുത്, സ്വിച്ച് ഇറ്റ് ഓഫ് വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാതിരിക്കുമ്പോൾ തീർച്ചയായും